ആണോ നമ്മളെ പണി സൈറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമെല്ലായിട്ട് തോട് തിരഞ്ഞു പോവുകയാണ്. തോട് കാണുന്ന നോക്കട്ടെ. ബെൻഡാസ്റ്റിക് കൈതച്ചറയാണ് തോടിന് നേതൃത്വം നൽകുന്നത്. അതിൻ്റെ തോട് എത്രത്തോളം അടുത്താണോ അകലെയാണോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണാം ഇടവേളയ്ക്ക് ശേഷം. കണക്ക് വായിച്ചോ? ഞാൻ 200 തരാൻ കാരണം 1300 200 അപ്പോൾ അത് ശരിയായില്ല. ജാറിനെ പൊട്ടിക്കുന്ന അതിൻ്റെ കായ അവിടെ വരെയും പോയിട്ട് ഇത് കാര്യം ചെയ്താൽ 1300 രൂപ ഉണ്ടോ? ഞങ്ങൾക്ക് 200 അങ്ങോട്ട് തരാം. അപ്പോൾ അതിൻ്റെ കണക്ക് മാറൂല്ലോ. നമുക്ക് 100 തരാമെന്ന് പറഞ്ഞേ. 100 അല്ല 100 ഇന്നത്തെ 100 ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കേട്ടത്. 100 പിന്നെ ഒരു 99 അല്ലേ വേണ്ടേ? 100 99 199 പിന്നെ ഇന്നലത്തെ 100. അപ്പോൾ 299. മൊത്തം എൻ്റെ അടക്കം 1800 ആണ്. 1700 ആണ്. അതിന് എന്നോട് പറഞ്ഞിട്ടാണ് ഇതിട്ട് 1300 തരണ്ടേ. ഇതിട്ട് 1300 തരണം. ഇതിലൊക്കെ തോന്നില്ലേ അവിടെ ഉണ്ടാവും. ആ വലിയതാ അവിടെ ഉണ്ട്. എന്നാൽ ഇതിട്ട് 1300. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ തോടിൻ്റെ അടുത്തെത്തും. അപ്പോൾ എനിക്ക് അതിനിടയ്ക്ക് നമുക്ക് കണക്ക് കൂട്ടാം. ഞാൻ കഴിഞ്ഞ എൻ്റെ 200 1300 തന്നാൽ അതൊക്കെ ഇപ്പോഴും കണക്കറിയില്ല. മുസ്തഫാൻ്റെ മാതിരിയാണ്. മുസ്തഫ ഒരു 400 ഒരു 1400 4046 കൊടുക്കണം കേട്ടോ. ഇവിടെ ഞാൻ ഒരുമിച്ച് കൂട്ടിയിട്ട് കണക്ക് പറഞ്ഞു 5070 എത്ര സംതിങ് ഉണ്ട്. ഓൻ പറയണേ വേറെ വേറെ ഒരു 400 ആദ്യം വിടുക, പിന്നെ ഒരു 1300 വിടുക, അങ്ങനെ വിട്ടാൽ മതി പറഞ്ഞു. അപ്പൊ ചങ്ങായി ഇജ്ജൊക്കെ മറ്റേ ഒരു 500 10 തൊട്ട് കൊടുത്താൽ മതി വരെയത്ത്. ആ ഇതാ തോടെങ്ങ ഇതാടാ തോടേ. അപ്പൊ നമ്മൾ തോട്ടിലെത്തിട്ടോ. ഏതാ തോട്? ആ റോഡ് കിട്ടണാവല്ലേ? ഈ റോഡ് ചീരക്കുഴി ആലിക്കോയ ചീരക്കുഴിയേ ചീരക്കുഴിക്കാണല്ലേ? ഫെന്റാസ്റ്റിക് കൈതച്ചിറ തോട്ടിക്ക് ഇറങ്ങാണ്. വളരെ വ്യക്തമായിട്ട് ഇറങ്ങണേ. എവിടെ വീഴെന്നറിയില്ല. കരിമാടിക്കുട്ടം മോഡലാണ് പോണത്. ടൗസറൊക്കെ മടക്കി കുത്തിയിട്ട്. കണ്ണനാണ് പേര്. പക്ഷേ ഓൻ്റെ അവിടെ ഏതോ ഒരു കാലത്തെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ആ ക്ലബിൻ്റെ പേരാണ് ബെൻഡാസ്റ്റിക്. അപ്പോൾ ആ ഒരു ക്ലബിൻ്റെ വേണ്ടിയിട്ട് കളിക്കാൻ പോയിരുന്ന ഒരു ക്യാപ്റ്റനാണെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ അതെ മാറ്റിട്ട് നേരെ ആ റൂട്ടിൽ പോയിക്കോളി. ഉണ്ണിയുടെ ഉണ്ടാവില്ല ചിലപ്പോ. അവിടെ അടിപൊളിക്കായ എന്താ കാണാ? ഒന്ന് ഒതുങ്ങി കാണാ. നല്ലൊരു അടിപൊളി ഗ്രാമീണമായ സ്ഥലം അല്ലേ? ഈ തോട് കണ്ടോ ഇത്ര പോരം വരുന്നുണ്ട്. ഇതിലൊക്കെ മീനൊക്കെ കയറും. ഇതിൽ കൂടിയാണ് മീൻ പുഴയിൽ നിന്നും ഒക്കെ കയറി വരിക, പാടത്തേക്കും കുളത്തേക്കൊക്കെ. ഇതിൻ്റെ അടയാളട്ടോ തല പോയ തെങ്ങുണ്ട് ഇവിടെ. അപ്പോൾ ഇന്നത്തെ വിശേഷം എങ്ങനെയൊക്കെയാണുള്ളത്?